ഹായ്, ഞാൻ നാജ. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നാജ താറ്റ്സ് അടുക്കള. ഇന്നത്തെ നമ്മുടെ ഒരു ഗ്രിൽഡ് ഡിഷാണ് തന്തൂരി ചിക്കൻ. മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ തണുപ്പൊക്കെ ആയി കഴിയുമ്പോൾ തന്തൂരി ചിക്കനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ മിൻറ്റ് ചട്നിയും ലച്ചേ പ്യാസുമാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓവനിലാണ് തയ്യാറാക്കിയത്. ഓവനിലില്ലെങ്കിൽ ഗ്രിൽ പാനിലോ സാദാ പാനിലോ ഒക്കെ തയ്യാറാക്കാവുന്നതാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഞാൻ ചിക്കൻ ഉപ്പും മഞ്ഞളും ചേർത്ത് നല്ലതുപോലെ വാഷ് ചെയ്ത് അരമണിക്കൂർ നാരങ്ങ വെള്ളത്തിലിട്ട് എടുത്തതാണ്. ചിക്കൻ്റെ സ്മെല്ല് പോകാൻ എങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം അതിൽ നന്നായിട്ട് ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടെൻഡനും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ഉള്ളിലേക്കല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ 1 ടേബിൾ സ്പൂൺ മതി. പിന്നെ അതിൽ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് ഫസ്റ്റ് മാരിനേഡാ കേട്ടോ. നാരങ്ങ നീര് 1 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ. അടുത്ത് സെക്കൻഡ് മാരിനേഡിലൊക്കെ ഉപ്പ് വരാനുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തത്. ഓയിൽ 1 ടേബിൾ സ്പൂൺ. മസ്റ്റേർഡ് ഓയിലാണ് തന്തൂരി വിഭവങ്ങൾക്ക് നല്ലത്. പക്ഷേ എൻ്റെ അടുത്ത് മസ്റ്റേർഡ് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോൺ ഓയിലാണ് യൂസ് ചെയ്തത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ വരഞ്ഞു വെച്ചേക്കണതിനകത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം നമുക്കത് അടച്ച് അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി അടുത്ത് സെക്കൻഡ് മാരിനേഡാണ്. മെയ്സ് പൗഡർ, ജാതിപത്രി. ഇത് കണ്ടോ, ജാതിക്കയുടെ മുകളിൽ ഒരു ചുവന്ന ഇത് കാണില്ലേ, അതാണ് മെയ്സ്. അത് ഒരു 1/2 ടീസ്പൂൺ. ക്യുമിൻ പൗഡർ, ജീരകം ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചതാണ് 1/2 ടീസ്പൂൺ. കസൂരി മേത്തിയും ഇതുപോലെ തന്നെ ചൂടുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചത് 1 ടീസ്പൂൺ. ഏലക്കാപ്പൊടി 1/4 ടീസ്പൂൺ. ചാറ്റ് മസാല 1 ടീസ്പൂൺ. ഗരം മസാല 1/2 ടീസ്പൂൺ. മഞ്ഞൾ പൊടി 1/2 ടീസ്പൂൺ. കാശ്മീരി ചില്ലി പൗഡർ 4 ടീസ്പൂൺ. ഇനി വേണ്ടത് തൈരാണ്. തൈര് ഒരു തുണിയിൽ, ഒരു മസ്ലിൻ ക്ലോത്തിൽ കെട്ടിയിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞെടുത്താണ് 3 ടേബിൾ സ്പൂൺ. പിന്നെ തന്തൂരി മസാല 1 ടേബിൾ സ്പൂൺ. ഞാൻ ഷാനിൻ്റെ തന്തൂരി മസാലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഓപ്ഷനിലാണ്, ഓറഞ്ച് റെഡ് കളറാണ്. ഞാൻ ചേർക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതൊരു പിഞ്ച്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ. നമുക്ക് ഹങ് യോഗർട്ട് ഉണ്ടല്ലോ, വെള്ളം കളഞ്ഞ് വെച്ചേക്കണേ തൈര്. അതങ്ങനെ മസ്ലിൻ ക്ലോത്ത് ഇല്ലെങ്കിൽ ഒരു അരിപ്പയിലിട്ട് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ വെള്ളം പോയി തീരുമല്ലോ, അങ്ങനെ എടുക്കുക. അങ്ങനെ എടുത്ത തൈരിനെ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മെയ്സ്, ജാതിപത്രിയുടെ പൊടി, ജീരകപ്പൊടി, ക്യുമിൻ പൗഡർ, കസൂരി മേത്തി പൗഡർ, ഏലക്കാപ്പൊടി, കാടമ്പം പൗഡർ, ചാറ്റ് മസാല, ചില്ലി പൗഡർ, ഗരം മസാല, ടെർമറിക് പൗഡർ, ഇതെല്ലാം ചേർത്ത് കൊടുത്തു. ഇത് സെക്കൻഡ് മാരിനേഡ് ആട്ടോ. ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് തന്തൂരി മസാല 1 ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതും ചേർത്ത് മിക്സ് ചെയ്യാം. കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ. അപ്പോൾ ടോട്ടൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ നമ്മളിതിന് ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യം ഫസ്റ്റ് മാരിനേഡിൽ 1 ടേബിൾ സ്പൂണും ഇതിൽ 2 ടേബിൾ സ്പൂണും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഞാൻ കളറ് ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ഞാൻ ആ കളറ് ആഡ് ചെയ്യുകയാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യത്തെ മാരിനേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, ചിക്കന് വെച്ചിട്ടില്ലേ, ആ ചിക്കൻ എടുക്കാം. അതിലേക്ക് നല്ലതുപോലെ ഈ അരപ്പ് തേച്ച് പിടിപ്പിക്കാം.
നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മാരിനേഡോട് കൂടി വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. അതുപോലെ തന്നെ ഈ ചിക്കൻ്റെ ഈ ജോയിൻ്റ് ഉണ്ടല്ലോ, തൈയും ലെഗും കൂടെ ചെന്ന ജോയിൻ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. ഞാനത് നേരത്തെ കട്ട് ചെയ്യാൻ വിട്ടുപോയി, ഇപ്പോഴാണ് കട്ട് ചെയ്തത്. ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഞാൻ ടെൻഡൻ കട്ട് ചെയ്തും കൂടെ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത്. എന്നിട്ട് നല്ലതുപോലെ ആ വരഞ്ഞ ഉള്ളിലേക്കൊക്കെ ഈ അരപ്പ് തേച്ച് പിടിപ്പിക്കുക. ഞാൻ പിന്നെ ഉപ്പ് ചേർത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ ചാറ്റ് മസാലയ്ക്കൊക്കെ ഉപ്പുള്ളതുകൊണ്ട്, മറ്റേ തന്തൂരി മസാലയ്ക്ക് ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും ഉപ്പ് ചേർത്തില്ല. ഈ ഇത്രയും ഉപ്പിൽ കറക്റ്റായിരുന്നു. എല്ലാ ഭാഗത്തും നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പോകണം. കണ്ടോ, മിനിമം 3 മണിക്കൂർ. ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഞാൻ 8 മണിക്കൂർ ഞാൻ വെച്ചു കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഓവൻ്റെ ആ ട്രേയില്ലേ, അതിനകത്ത് ഞാൻ ആദ്യം ഒരു അലൂമിനിയം ഫോയിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് മെറ്റൽ റാക്ക് വെച്ച് കൊടുത്തു. മെറ്റൽ റാക്കിൽ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ബട്ടറോ ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ചിക്കനിൽ നിന്ന് ഡ്രിപ്പ് ചെയ്യണ വെള്ളം അലൂമിനിയം ഫോയിലിൽ വീണോളുമല്ലോ. ഒന്നുകൂടെ തേച്ച് കൊടുക്കുക ഓവനിൽ വെക്കണതിന് മുമ്പ്. ഞാനപ്പോൾ ഓവൻ 250 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേ വെക്കാവുള്ളൂ. നമുക്ക് ആ മെറ്റൽ റാക്കിനകത്തേക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ കുറഞ്ഞത് 3 മണിക്കൂർ, കൂടുതലായ അത്രയും നല്ലത്. ഇത് ഗ്രില്ല് ചെയ്യാനായിട്ട് ടോട്ടൽ വേണ്ടത് 40 മിനിറ്റാണ്. 40 മിനിറ്റിൽ 250 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 20 മിനിറ്റ്, അതിൽ ഒരു സൈഡ് 10 മിനിറ്റ്, ഒന്ന് നമ്മൾ ഫ്ലിപ്പ് ചെയ്തിട്ട് 10 മിനിറ്റ്, അങ്ങനെ 20 മിനിറ്റ്. അതിന് ശേഷം 200 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വീണ്ടും 20 മിനിറ്റ്, അത് 10 മിനിറ്റ് ഒരു സൈഡ്, പിന്നെ ഫ്ലിപ്പ് ചെയ്തിട്ട് വീണ്ടും 10 മിനിറ്റ്. അപ്പോൾ ഈ ഫ്ലിപ്പ് ചെയ്യണ സമയത്തൊക്കെ ഇതിൽ നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പല ഓവൻ്റെയും ടെമ്പറേച്ചറിന് ചൂടിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം ടെമ്പറേച്ചറും ടൈമും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് ഈ ചിക്കൻ വെച്ച് കൊടുക്കാൻ പോവുകയാണേ. ആദ്യം മെറ്റൽ ട്രേ വെച്ച് കൊടുത്തിട്ട് പിന്നെ മെറ്റൽ റാക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് 250 ഡിഗ്രിയിൽ 10 മിനിറ്റ് വരെ ഇരിക്കട്ടെ. 10 മിനിറ്റിന് ശേഷം എടുത്തിട്ട് നമ്മൾ അതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ബട്ടർ തേച്ചിട്ട് വേണം കേട്ടോ ഫ്ലിപ്പ് ചെയ്യാൻ. ബട്ടർ തേച്ചത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. എന്നിട്ട് ഈ തിരിച്ചിട്ടിട്ടും ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി 10 മിനിറ്റ് ഇപ്പുറത്തെ സൈഡും കൂടെ. അതിനുശേഷം ഞാൻ 250 ഡിഗ്രി 200ലേക്ക് ആക്കിയിട്ട് ബട്ടർ തേച്ച് കൊടുക്കുകയാണ്. ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട്. അപ്പോൾ 10 മിനിറ്റ് ഒരു സൈഡ്, അതിന് ശേഷം തിരിച്ചിട്ടും 10 മിനിറ്റ്. അപ്പോൾ ഓരോ ടൈമിലും നമ്മൾ അതിൽ ബട്ടർ തേച്ച് കൊടുക്കണം. നമ്മുടെ തന്തൂരി ചിക്കൻ റെഡിയായി. ഞാൻ എടുത്ത് വെച്ചിട്ട് കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുത്തു. ചാറ്റ് മസാലയും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തു. അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് തയ്യാറാക്കാനുള്ളത് മിൻറ്റ് ചട്നിയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ എടുത്ത മല്ലിയിലയുടെ പകുതി പുതിനയില ഇട്ട് കൊടുക്കണം. 1 കപ്പ് മല്ലിയിലയാണെങ്കിൽ 1/2 കപ്പ് പുതിനയില. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി വേണം. ഇഞ്ചി ഒരു 1/2 ഇഞ്ചിൻ്റെ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കണം. കണ്ടോ, ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടതാട്ടോ. 1 അല്ലി വെളുത്തുള്ളി, അത് നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ചേർക്കാനുള്ളത് എരിവിന് വേണ്ട പച്ചമുളകാണ്. ഞാൻ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ചാറ്റ് മസാലയും ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്തു.
ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ്. ഇതിന് റോക്ക് സോൾട്ട് ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അതുപോലെ തന്തൂരി വിഭവങ്ങൾക്കെല്ലാം നല്ലത് ബ്ലാക്ക് സോൾട്ടാണ്. പിന്നെ ഞാൻ പൊട്ടുകടലയാണ് ചേർത്ത് കൊടുത്തത് 1 ടീസ്പൂൺ. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം, 1/4 to 1/2. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ ഇത് അരച്ചെടുത്തു. അതിലേക്ക് ഞാൻ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. തൈര് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി. അധികം അരച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പോലെ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി മിൻറ്റ് ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തന്തൂരി ഡിഷസിൻ്റെ കൂടെയുള്ളതാണ് ലച്ച പ്യാസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല, ഞാൻ പറയാം. സവോള ഇച്ചിരി കനത്തിൽ വട്ടത്തിൽ മുറിച്ച് അതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത്, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, ചാറ്റ് മസാല, ഉപ്പ്, നാരങ്ങ നീര്, മല്ലിയില ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അതാണ് ലച്ച പ്യാസ്. അപ്പോൾ നമ്മുടെ അടിപൊളി തന്തൂരി ചിക്കനും മിൻറ്റ് ചട്നിയും ലച്ച പ്യാസും റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം.